വിളിച്ചാലും പോയി പാടുന്ന ഒരാളാണ് ഞാൻ. വിളിച്ചില്ലെങ്കിൽ വലിഞ്ഞേറിപ്പോയി പാടും. അതിഷ്ടമുള്ള ആളാണ്. പക്ഷെ നമ്മളീ അറിയാത്ത ചെന്നിട്ട് പാടി കൊളാക്കണ്ടാന്ന് വിചാരിച്ചു. അവിടെ മിനിയമ്മയുടെ അടുത്ത് ഞാൻ കേട്ടോണ്ടിരിക്കും വന്നു. പക്ഷെ ഞാൻ മെസ്സേജ് ഇട്ട് എന്നെ വിളിച്ചാലോ എന്ന് വിളിച്ചു. ലൈക്ക് തരും. എല്ലാ ടുഗദറിലും വന്ന് ലൈക്ക് തരും. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി കേട്ടോണ്ടിരിക്കും. ഒരു ഹായ് ഇട്ടാ എന്റെ അടുത്ത് കയറാൻ പറയും. പാവം. അങ്ങനെ മിനിമ പറയുമ്പോൾ നമുക്ക് നിരസിക്കുന്ന തെറ്റല്ലേ. 5 മിനിറ്റ് ഇപ്പൊ വരാന്ന്. ഷിനു ഓടി എന്റെ പാട്ട് കേട്ട് കണ്ടപ്പോഴേ ഓടി. ഷിനു ഇവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. രാജി ചേച്ചി ഇപ്പൊ വരാം 5 മിനിറ്റ്. സൂപ്പർ അമ്മ എന്ന് പറയുന്നുണ്ട്. എന്റെ അനിയൻ എഴുതിയ ഒരു പാട്ടാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഡാൻസ് ചെയ്തത്. എനിക്ക് 2 അനിയന്മാരുണ്ട്. ഒരു അനിയൻ പൂജപ്പുര സെൻട്രൽ പ്രിസൺ ഓഫീസറിലെ സൂപ്രണ്ടാണ്. അവൻ വരികൾ എഴുതി. മൂത്തയാള് മ്യൂസീഷ്യനാണ്, ശ്രീകുമാർ എന്ന് പറയാം. പുള്ളി മ്യൂസിക് ചെയ്ത പാട്ടാണ് ഞാൻ ഇന്ന് ഡാൻസ് ചെയ്തിട്ടുള്ളത്. അനന്തപുരിക്കം ആറ്റുകാലമ്മ എന്നൊരു ആറ്റുകാലിന്റെ ഡിവോഷണൽ സോങ്സ് ആണ്. അപ്പൊ എല്ലാരും കാണണം, ആ പാട്ട് കേൾക്കണം. പിന്നെ ഡാൻസിനേക്കാൾ ഉപരി ആ പാട്ട് നല്ലത് കേട്ടോ. അപ്പൊ ഈ ഗണപതി ഇന്ന് വിനായക ചതുർത്ഥിയാണ്ട് ഒരു ഗണപതിയുടെ പാട്ടിരിക്കട്ടെ. സിദ്ധി വിനായകനെ ശ്രീ ഗണനാഥ വിഘ്നങ്ങൾ ഒഴിച്ചിടണേ ലംബോദരനെ. സിദ്ധി വിനായകനെ ശ്രീ ഗണനാഥ വിഘ്നങ്ങൾ ഒഴിച്ചിടണേ ലംബോദരനെ. ഭക്തിയാലടിയങ്ങൾ നിൻ കാൽക്കൽ വീഴുമ്പോൾ തുമ്പിക്കരങ്ങളാൽ അനുഗ്രഹിക്കേണേ. ഭക്തിയാലടിയങ്ങൾ നിൻ കാൽക്കൽ വീഴുമ്പോൾ തുമ്പിക്കരങ്ങളാൽ അനുഗ്രഹിക്കേണേ. തുമ്പിക്കരങ്ങളാൽ അനുഗ്രഹിക്കേണേ. സിദ്ധി വിനായകനെ ശ്രീ ഗണനാഥ വിഘ്നങ്ങൾ ഒഴിച്ചിടണേ ലംബോദരനെ. പാപത്തിൻ നാളികേരം ഉടച്ചു മുട്ടിറക്കുമ്പോൾ പാപദോഷങ്ങൾ അകന്നിടുവാൻ. പാപത്തിൻ നാളികേരം ഉടച്ചു മുട്ടിറക്കുമ്പോൾ പാപദോഷങ്ങൾ അകന്നിടുവാൻ. പാപമാമടിയങ്ങൾ പാദപത്മങ്ങളാൽ പ്രാർത്ഥിച്ചിടുന്നിതാ ഗണനായക. പാവമാനടിയങ്ങൾ പാദപത്മത്തിനായി പ്രാർത്ഥിച്ചിടുന്നു നിൻ തിരുനാമങ്ങൾ. ഏകദന്തായ ശരണം ശരണം സിദ്ധി വിനായക ശരണം ശരണം ശ്രീ വിനായക ശരണം ശരണം മോക്ഷദായക ശരണം ശരണം. സിദ്ധി വിനായകനെ ശ്രീ ഗണനാഥ വിഘ്നങ്ങൾ ഒഴിച്ചിടണേ ലംബോദരനെ. ഇനിയുണ്ട്, ഇനി അങ്ങോട്ട് പോവൂല. ഇത് എന്റെ ഒരു അനിയൻ എഴുതി ഒരു അനിയൻ ട്യൂൺ ചെയ്ത പാട്ടാണ്. ആണോ? അതാണോ ഇന്ന് ഈ പാട്ട് തന്നെയാണ് ഞാൻ ഡാൻസ് ചെയ്തത്. ഓ അത് ശരി, സൂപ്പർ, അടിപൊളി. ഇതില് സ്വരസാഗർ എന്ന് പറയുന്ന ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുള്ള പയ്യനാണ് ഈ പാട്ട് പാടി. പിന്നണി ഗായനം, സിനിമ പിന്നണി ഗായനം കൂടെയാണ്. ആ പയ്യനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഓക്കെ, സൂപ്പർ, അടിപൊളി. അപ്പൊ അങ്ങനെയാണ് പാടാൻ തുടങ്ങിയാൽ നിർത്തൂല, പാടിക്കൊണ്ടേയിരിക്കും. ആരുമില്ല, ഓഡിയൻസ് ഇല്ല, എന്നാലും ഞാൻ പാടും. ആരുമില്ല, നമ്മള് മതി. ഇവിടെ ആള് കുറവാണ്. ഇവിടെ അങ്ങനെ ആൾക്കാർ കൂടുതലില്ല, ആൾക്കാർ കുറവാ. അതുമല്ല ഇപ്പൊ ഉച്ച സമയല്ലേ, എല്ലാരും ജോലിയല്ലേ, ജോലിയിലൊക്കെ അല്ലേ. ഹൈലൈറ്റ് കൊടുത്താൽ മതി, ഇടയ്ക്ക് ഹൈലൈറ്റ് കൊടുത്താൽ മതി. അപ്പം ഹൈലൈറ്റ് വരാറുണ്ടല്ലോ, ഞാൻ കാണാറുണ്ടല്ലോ ഹൈലൈറ്റ് വീഡിയോ. ഇല്ല, കട്ട് ചെയ്യണ്ട, ഇതിനകത്ത് കണ്ട ഹൈലൈറ്റ് സാധനമുണ്ട്. അതെവിടാ? ഹൈഡിൽ താഴെ ഒരു സൂത്രമുണ്ട്, ഒരു സ്ക്വയർ പോലെ വരും. അതിൽ ടച്ച് ചെയ്യുമ്പോൾ വീഡിയോ കട്ട് ചെയ്ത് അത് രാജകുട്ടിയുടെ ചാനലിൽ അങ്ങനെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈലൈറ്റ് വീഡിയോ അതായത് ലോങ് വീഡിയോ കുറച്ച് പാട്ടായിട്ട് കണ്ടിട്ടുണ്ടോ? എന്റെ സുന്ദരൻ താതെ, എന്റെ സുന്ദര എപ്പോഴും ഇവിടെയാ പാവം. ഇതിനകത്ത് തന്നെയാണോ, സൈഡിൽ തന്നെയാണോ? ഇതിപ്പോ ഞാൻ സിമ്പിൾ കാണുന്നില്ല.